നമ്മുടെ ട്രിപ്പ് തുടങ്ങാൻ നേരത്തെ ഞാൻ നിങ്ങളോടൊരു സർപ്രൈസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ട്രിപ്പ് ഒരു വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ട്രിപ്പാണ് എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? അങ്ങനെ സിദ്ധിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ അവസാനത്തെ ഹുക്കിങ്ങും ഡ്രോപ്പിങ്ങും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അർജുൻഭായി, എന്നാ പിന്നെ നമുക്ക് നമ്മുടെ ചെറുക്കനെ ഇട്ടിട്ട് പോകാൻ സമയമായി. നല്ല കാലിഫോർണിയൻ ഉച്ചച്ചൂട് നമ്മുടെ വണ്ടിയിലേക്ക് അടിച്ചിട്ട് നമ്മുടെ വണ്ടിയുടെ സ്ലീപ്പർ ആണെങ്കിൽ ഒരുമാതിരി ഓവൻ പോലെ ആയിട്ടുണ്ടായിരുന്നേ. നമ്മുടെ ഫിറോസിക്കൊക്കെ ഒരു സമയത്ത് ട്രെൻഡിങ്ങിലാക്കിയ ആ പഴയ ഒരു ബക്കറ്റ് ചിക്കനില്ലേ, അതിൻ്റെ അകത്ത് ആ ബക്കറ്റിൻ്റെ അകത്താകപ്പെട്ട ആ ചിക്കൻ്റെ സെറ്റപ്പിലേക്ക് ആയപ്പോഴാണ് ഉറക്കം നിർത്തി ഞാൻ പയ്യെ പുറത്തിറങ്ങിയത്. നോക്കുമ്പോൾ നമ്മുടെ ജോമൽ ഭായി ലോഡും എടുത്ത് പേപ്പർ വർക്ക് കിട്ടാൻ വെയിറ്റ് ചെയ്ത് എടുക്കുക. സമയം 3:30 ആയതിനാലും നിയറസ്റ്റ് ട്രക്ക് സ്റ്റോപ്പ് ഏകദേശം 200 കിലോമീറ്ററെങ്കിലും അകലെ ആയതിനാലും ഞാൻ വണ്ടി എടുക്കാൻ തന്നെ തീരുമാനിച്ചു. നേരെ കാലിഫോർണിയയുടെ പീക്ക് അവർ ട്രാഫിക്കിലേക്ക്. ഇത്ര ആയപ്പോഴേക്കും നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടാവും, ചേട്ടാ ഇവന്റെ വ്ളോഗ് സാധാരണ ഇങ്ങനെയല്ലല്ലോ എന്ന്. അല്ല, ഇക്ക ഈ സൈസ് എടുക്കാത്താണല്ലോ. സംഭവം വേറൊന്നുമല്ല, നേരം വെളുത്തപ്പോൾ തുടങ്ങി എന്തോ ഒരു നെഗറ്റീവ് എനർജി തങ്ങി നിൽക്കുന്നു. ഒന്നിനും ഒരു മൂഡില്ലാത്ത പോലെ. നമ്മുടെ വ്ളോഗ് പോലും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റുന്നില്ല. ബാർ സ്റ്റോയിൽ നിന്നൊന്ന് കുളിച്ചു, നല്ലൊരു കാപ്പിയും കടിയും മേടിച്ചു. എങ്ങാനും മൂടൊന്ന് മാറിയാലോ. കാപ്പിക്കൊപ്പം കുറച്ച് പാട്ടും കേട്ട് മൂഡ് മാറ്റാൻ നോക്കി എപ്പോഴോ ലാസ് വേഗാസ് എത്തി. വേഗസും അരിസോണ സ്ട്രിപ്പും ഒക്കെ കാണുമ്പോൾ എന്ത് ഗതിയില്ലാത്ത അവസ്ഥയിലും മൈൻഡൊന്ന് ചീറപ്പാവേണ്ടതാണ്. നട്ട പാതിരാക്കി യൂത്തേലെ ഫിൽമോറിൽ നിന്ന് ഫ്യൂലഡിയും കഴിഞ്ഞ് ഷിഫ്റ്റും ചേഞ്ച് ചെയ്തു ഒന്ന് ഉറങ്ങി നോക്കാമെന്ന് തീരുമാനിച്ചു. ബെറ്റർ ആയാലേ പറ്റൂ. 2:30 PM അലാം അടിച്ച് കണ്ണും കർട്ടനും തുറക്കുമ്പോൾ വയോമിങ്ങിൽ എവിടെയാണ്. നെബ്രാസ്കയിലെ സിഡ്നിയിൽ നിന്ന് കാപ്പി എടുത്ത് ഷിഫ്റ്റും മാറി. നെഗറ്റീവ് എനർജിയും മനസ്സിനകത്തെ ഭാരമൊക്കെ അപ്പോഴും ഉണ്ട് കേട്ടോ. ചില സാഡ് പാട്ടുകളൊക്കെ കേൾക്കാൻ തുടങ്ങി. മെയിൻലി ഇവനായിരുന്നു ലൂപ്പിൽ. എന്തായാലും നമ്മൾ വണ്ടി ഓടിതേണ്ട നെബ്രാസ്കയിൽ നമ്മൾ അറോറ എന്ന് പറയുന്ന സാറിന് ഫ്യൂൽ അടിക്കുന്ന ലൊക്കേഷൻ ഇല്ലേ, അപ്പോൾ അതിനോട് അടുക്കുക കേട്ടോ. 150 കിലോമീറ്ററും കൂടെയാണ് നമുക്ക് അറോറയിലേക്കുള്ളത്. അറോറയിലേക്ക് എത്തുമ്പോഴത്തേക്കും വേണ്ട കൊടും മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടും മഴ, ഭയങ്കര മഴ. അതും ഇന്ന് വേണ്ട ഇപ്പം നമ്മുടെ റോഡിലൊക്കെ ആണെങ്കിലും വെള്ളം നന്നായിട്ട് കെട്ടിക്കിടപ്പുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ വെള്ളത്തിലേക്ക് അങ്ങ് ചാടിയിട്ട് എൻ്റേതായ ഒരു ഇത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്രയും കട്ട മഴ ഇപ്പോൾ പ്രതീക്ഷിച്ചില്ല എന്തായാലും. പിന്നെ ഞാൻ എപ്പോഴും പറയണം എന്ന് ഓർത്തിട്ടുള്ളതാണ്, നല്ല കട്ട മഴ പെയ്യുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾ നമ്മുടെ നമ്മുടെ മിറേഴ്സ് നോക്കിക്കോണം കേട്ടോ. ഒരു ട്രക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ആലോചിച്ച് നോക്കിക്കുക. 53 ഫീറ്റിൻ്റെ ട്രെയിലറും വലിച്ചുകൊണ്ട് വരുന്നതാണ് ട്രക്ക്. അപ്പം നമ്മുടെ പുറകിൽ നിന്ന് വരുന്ന വണ്ടികളുടെ വ്യൂസ് വേണ്ട മിററിൽ കൂടെ നോക്കുമ്പോൾ ഇത്രേനും ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴയത്തും ഡിഫിക്കൽട്ടായിട്ടുള്ള അല്ലെങ്കിൽ വിസിബിലിറ്റി കുറഞ്ഞുള്ള ഫോഗൊക്കെ ഉള്ള സാഹചര്യങ്ങളിലും എല്ലാം എപ്പോഴും എല്ലാ വണ്ടികളും ആ ഡേ ടൈം റണ്ണിങ്ങിലാകുമ്പോൾ ഓൺ ആക്കിയേക്കണേ. ചില സാഹചര്യങ്ങളിൽ ചില വണ്ടികൾ ഇതുപോലെ ലൈറ്റ് ഇല്ലാതെ വരുന്ന കാണാം. അപ്പോൾ അതിനൊന്നും മിററിൽ കൂടെ കാണുകയില്ല. നമ്മുടെ ഡ്രൈവർ സൈഡിലെ മിററിൽ നിന്നുള്ള വ്യൂ ആണ് ഞാനിപ്പോൾ കാണിച്ചത്. അപ്പോൾ പിന്നെ പാസഞ്ചർ സൈഡിലെ മിററിൽ എന്തായിരിക്കും വ്യൂ എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ട്രക്കേഴ്സ് പ്രൊഫഷണൽ ഡ്രൈവേഴ്സ് ആയതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് വിസിബിലിറ്റി കൂട്ടി ഓടിക്കുക എന്നുള്ളത്. പക്ഷെ പ്രത്യേകിച്ച് കാർ ഓടിക്കുന്നവർ എപ്പോഴും ശ്രദ്ധിക്കണേ, കാരണം കാർ അത്രയും ലോ ആയിട്ട് വരുന്ന ഒരു വണ്ടിയല്ലേ, ഇത്ര ഹൈറ്റ് ഇല്ലാതെ. അപ്പോൾ അതുകൊണ്ട് നമുക്കെപ്പോഴും നമ്മുടെ വിസിബിലിറ്റി കൂട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ലൈറ്റെല്ലാം ഓണാക്കി പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എക്സ്ട്രീം കാണാൻ പറ്റാത്ത സാഹചര്യമാണ് 4-way ഫ്ലാഷേഴ്സ് ഓണാക്കി
നമ്മുടെ വിസിബിലിറ്റി കൂട്ടി വേണം ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. രാത്രിയായപ്പോൾ ഒന്നോടെ ഒന്ന് കുളിച്ച് നോക്കാൻ തീരുമാനിച്ചു. നല്ല ഹോട്ട് ഷവറിൻ്റെ അടിയിൽ നിന്നപ്പോൾ ആ കാര്യം ഓർമ്മ വന്നത്. അപ്പം എന്തായാലും വേറൊന്നുമല്ല, ഇത് തന്നെ കാര്യം. അപ്പോൾ സംഭവം വേറൊന്നുമല്ല, നമ്മുടെ ട്രിപ്പ് തുടങ്ങാൻ നേരത്തെ ഞാൻ നിങ്ങളോടൊരു സർപ്രൈസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ട്രിപ്പ് ഒരു വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ട്രിപ്പാണ് എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? നമ്മുടെ കാലിഫോർണിയയിൽ നിന്നുള്ള ലോഡെല്ലാം എടുത്തിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും അതെന്നാന്ന് ഞാൻ പറയാമെന്നായിരുന്നു നിങ്ങളോട് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് ഓർക്കുന്നവർക്കറിയാം. അപ്പം ബേസിക്കലി അതിങ്ങനെ മനസ്സിൽ കിടന്ന് വിങ്ങുന്നുണ്ടായിരുന്നു മൊത്തത്തിൽ ഈ ഒരു യാത്രയുടെ സമയത്ത് കേട്ടോ. പ്രോബ്ലി അതായിരിക്കാം ഈ ഒരു മൂകതയുടെയും മന്ദതയുടെയൊക്കെ കാരണം ഒരു പരിധി വരെ. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ ഈ പീറ്റർബിൽറ്റിനോടും നമ്മുടെ ഈ സിദ്ധ് ട്രക്കിനോടും നമുക്ക് വിട പറയാൻ സമയമായി. ഇത് സിദ്ധ് ട്രക്കിനോടൊപ്പമുള്ള നമ്മുടെ അവസാനത്തെ ട്രിപ്പായിരുന്നു. നാളെ ഇപ്പോൾ നമ്മൾ ഇല്ലിനോയ് അടുക്കുന്നു, അയോവയിലാണ്. നാളെ വൈകുന്നേരത്തോടു കൂടി നമ്മൾ തിരിച്ച് ടൊറൻറ്റോയിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ അതോടുകൂടി നമ്മുടെ സിദ്ധ് ട്രക്കുമായിട്ടുള്ള നമ്മുടെ ഓട്ടങ്ങൾ തീരുകയാണ്. നമ്മൾ ഈ ഒരു കമ്പനിയോട് വിട പറയുകയാണ്. അപ്പം നാച്ചുറലി നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പോൾ തന്നെ നമ്മുടെ വണ്ടി 8,40,000 കിലോമീറ്റർ ഇപ്പോൾ ഓടി. 48,400 8,48,400 കിലോമീറ്റർ. അപ്പം വളരെ ബ്രാൻഡ് ന്യൂ ആയിട്ട് നമ്മുടെ കൈ കിട്ടിയ ഈ ഒരു വണ്ടി മാത്രം. ഇപ്പോൾ സിദ്ധിൻ്റെ കൂടെ നമ്മൾ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഏകദേശം 5 വർഷവും 6-7 മാസവും ആയി. അപ്പം 5.5 വർഷത്തോളം സിദ്ധുമായിട്ട് ജോലി ചെയ്തു. അപ്പം നമ്മൾ ഇത്രയും എൻ്റെ ട്രക്കിംഗ് ജീവിതം തുടങ്ങിയ പിന്നെ എൻ്റെ രണ്ടാമത്തെ കമ്പനിയാണ് സിദ്ധ്. ആദ്യത്തെ കമ്പനി ഞാൻ കുറച്ച് നാളെ വർക്ക് ചെയ്തുള്ളൂ, ഏകദേശം കഷ്ടിച്ച് 1 കൊല്ലത്തോളം. അത് കഴിഞ്ഞ് ഞാൻ നേരെ സിദ്ധിൽ വന്നിട്ട് ജോലി ചെയ്യുന്നത്. അപ്പം ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് പീരീഡും, അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓണേഴ്സുമായിട്ടും ഇതിൻ്റെ ഒക്കെ നമുക്കൊരു ആത്മബന്ധം വന്നിട്ടുണ്ടല്ലോ. വണ്ടിയായിട്ടും മാനേജ്മെൻ്റായിട്ടും. നിങ്ങൾക്കറിയാം, നമ്മുടെ ജീപ്പ് കേടായി കിടന്നപ്പോഴത്തേക്ക് അതിൻ്റെ അടിയിൽ കയറി കുറേ നേരം പണിയെടുത്ത് അത് ഫിക്സ് ചെയ്ത് തന്ന ആൾക്കാർ. ഏത് മുതലാളിമാരും അതുപോലെ നിലത്ത് കിടന്നിട്ട് ഒരു എംപ്ലോയിയുടെ വണ്ടി അതുപോലെ നന്നാക്കി കൊടുക്കുന്നത്. അപ്പം ഈവൻ സിദ്ധിൻ്റെ മുതലാളിമാരായിട്ട്, പ്രത്യേകിച്ച് ഗുർജിത് ഭായും തീരത്ത് ഭായിയായിട്ടും ഡിസ്പാച്ചിലെ ഗുർദീപുമായിട്ടും എല്ലാം നമുക്ക് അതുപോലെ ഒരു ആത്മബന്ധം ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരെയും വിട്ട് നമ്മുടെ ഈ പീറ്റർബിൽറ്റും ഇപ്പം 8,40,000 നമുക്ക് ഒത്തിരി ഓർമ്മകൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സിദ്ധി വെച്ചിട്ട് സിദ്ധുകാരെ നമുക്കൊരു $500 തന്നുകൊണ്ടാണ് നമ്മൾ ചാനൽ തുടങ്ങുന്നതൊക്കെ. അപ്പം നമ്മുടെ ജീവിതത്തിലെ 5.5 കൊല്ലം എന്ന് പറയുമ്പം ഊഹിക്കാമല്ലോ, നമ്മളെ ഒരു സിഗ്നിഫിക്കൻറ്റ് പാർട്ട് നമ്മൾ സിദ്ധുവായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെല്ലാം ഒരു അവസാനം വരുവാണ്. അതുകൊണ്ടൊക്കെ അപ്പം അത് ഇങ്ങനെ മനസ്സിൽ കിടന്ന് വിങ്ങുന്നത് നമ്മുടെ ഈ ഒരു മന്ദതയ്ക്കും മൂകതയ്ക്കും കാരണമായിരിക്കാം. അപ്പോൾ എന്തായാലും ആ ഒരു സർപ്രൈസ് റിവീലായിരിക്കുകയാണ്. കാരണങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. ഒന്നാമത്തെ കാര്യം അല്ല വേണ്ട, അതിപ്പോൾ പറഞ്ഞു തീർക്കുന്നില്ല. നമുക്കതെല്ലാം വഴിയെ കഥയായിട്ട് തന്നെ പറയാം. നമുക്കെന്തായാലും യാത്ര തുടരാം. എത്ര തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും എന്ത് ചെയ്താൽ ഉറക്കം വരുന്നില്ല. എത്രമാത്രം ഓർമ്മകളാണ് നമ്മുടെ ഈ പീറ്റർബിൽറ്റിൻ്റെ കൂടെയും നമ്മുടെ കമ്പനിയുടെ കൂടെയൊക്കെ ഉള്ളത്. എന്തൊക്കെ അഡ്വഞ്ചേഴ്സിൽ കൂടെയാണ് ദൈവസഹായം കൊണ്ട് ഒരു പരിക്കും പറ്റാതെ നമ്മുടെ ചെറുക്കനെയും കൊണ്ട് നമ്മൾ കടന്നു പോയിട്ടുള്ളത്. അങ്ങനെ 5.5 വർഷത്തിന് ശേഷം ആ കൂട്ടുകെട്ടിനൊരവസാനമായിരിക്കും.
നിങ്ങൾ പലരും പറയാറുള്ള പോലെ ഹൈവേ ലോക്സ് ആൻഡ് സിദ്ധ് ട്രക്ക് കോംബോ അത് തീരാറായിരിക്കുന്നു. ബോർഡർ കടന്നു, ടൊറന്റോ അടുക്കാറായി. മനസ്സിൽ വിങ്ങിപ്പൊട്ടുന്നുണ്ടെങ്കിലും എൻ്റെ മുഖത്തോ ബോഡി ലാംഗ്വേജിലോ യാതൊരു മാറ്റവും ഇല്ല കേട്ടോ. അല്ലെങ്കിലും പണ്ടേ നമ്മുടെ നീനൂസിൻ്റെ സ്ഥിരം കംപ്ലൈൻ്റ് ആണ്, ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നത് ഞാൻ കല്ലിന് കാറ്റടിച്ച പോലെയാണ്. പക്ഷേ സിനിമ കണ്ടാൽ കരയും കേട്ടോ, അത് വേറെ കാര്യം. ഒന്നിടത്ത് ഞാൻ അടക്കട്ടെ. അങ്ങനെ സിദ്ധിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ അവസാനത്തെ ഹുക്കിങ്ങും ഡ്രോപ്പിങ്ങും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ കാലിഫോർണിയയിൽ നിന്ന് കൊണ്ടുവന്ന ലോഡ് നമ്മളിവിടെ ഇട്ടു. അങ്ങനെ നമ്മുടെ സിദ്ധിൻ്റെ ഫൈനൽ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഞാൻ വെച്ചിരുന്ന കുറേ ഡോക്യുമെൻസും സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ ഉണ്ട്, അതെല്ലാം നമ്മുടെ ജോമറ്റ് ബായിക്ക് കൈമാറട്ടെ. ഏകദേശം 5-5.5 കൊല്ലമായില്ലേ. അപ്പോൾ കുറേ ടീ ചെക്കുകൾ, കുറേ പേപ്പർ വർക്കുകൾ, അങ്ങനെ കുറേ സാധനങ്ങൾ അഡീഷണൽ അതെല്ലാം എൻ്റെ ഉണ്ടായിരുന്നു. ഇനി അതും കൂടെ കൈമാറി താക്കോലും കൂടെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോവാം. ശരിക്കും എൻ്റെ മുഖത്ത് ഞാൻ എക്സ്പ്രഷൻ്റെ കാര്യത്തിൽ, ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന കാര്യത്തിലും ഏറ്റവും വീക്ക് എന്ന് പറഞ്ഞാൽ മൈനസിലായിരിക്കും കേട്ടോ എൻ്റെ ഇത്. എന്നാക്ക് സംഭവിച്ചെന്ന് പറഞ്ഞാലും എൻ്റെ മുഖം ഇങ്ങനെ കല്ല് പോലെ ഇരിക്കുക. അതിപ്പോൾ സന്തോഷമാണേലും സങ്കടമാണേലും. ഇപ്പോൾ സങ്കടമാണെങ്കിൽ ചില സമയത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കണ്ണീര് വരും, അത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക, പക്ഷേ അതൊന്നും എൻ്റെ മുഖത്ത് വരുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ കമ്പനിയോട് അത്രയ്ക്ക് ഒരു എന്നാ പറയുക, ഒത്തിരി കാര്യങ്ങൾ ഈ കമ്പനി വന്ന പിന്നെ നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വന്നായിരുന്നു. അപ്പോൾ എന്തായാലും കട്ട് ചെയ്യുവാണ്, എൻ്റെ വാക്കുകൾ പതറുന്നു. നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പോൾ വേണ്ട 8,49,538 കിലോമീറ്ററാണ് നമ്മൾ വേണ്ട നമ്മുടെ ചെറുക്കനെ അപേക്ഷിക്കുമ്പോഴത്തേക്കും കവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഈ 8,49,538 ഒരു 8,48,000 കിലോമീറ്ററോളെങ്കിലും 1,500 കിലോമീറ്റർ ഞാൻ വിടുക വേറെ ആരെങ്കിലും ഓടിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ എൻ്റെ അറിവ് ആ തുടക്കത്തിലുള്ള ഒരു ജസ്റ്റ് ഇച്ചിരിയേ ഉള്ളൂ. ബാക്കി 8,48,000 കിലോമീറ്റർ 100% ഞാൻ ഈ പയ്യൻ്റെ കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ വണ്ടി. അപ്പോൾ അതിട്ടിട്ട് പോകുമ്പോഴത്തേക്കും നമുക്കൊരു അത്രമാത്രം ഉണ്ടല്ലോ നമ്മുടെ ഇമോഷൻ, എത്രമാത്രം മെമ്മറീസ് നമുക്ക് തന്ന. പ്രത്യേകിച്ച് ഈ നിമിഷത്തിൽ ഞാൻ ഓർക്കുന്നത് നമ്മുടെ അർജുൻ ഭായിനെയാണ്. നമുക്ക് എന്തായാലും നമ്മുടെ സാധനങ്ങൾ മൂവ് ചെയ്ത് തുടങ്ങാം. ഒഫീഷ്യലി നമ്മുടെ പീറ്റർബിൽറ്റിൻ്റെ താക്കോലുകൾ നമ്മൾ ജോമറ്റോനെ ഏൽപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വേണ്ട ഈ ട്രിപ്പ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത് 5,344 കിലോമീറ്ററാണ്. സോറി, മൈല് 5,344 മൈൽ. അപ്പോൾ വേണ്ട നമ്മുടെ കബോർഡുകൾ എല്ലാം നമ്മൾ ഒഴിപ്പിച്ചു. ഈ കബോർഡ് എൻ്റെ ആയിരുന്നു. എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചു. ഒരു വീട് പോലെ തന്നെ നമ്മുടെ ഹോം അവേ ഫ്രം ഹോം ആയിരുന്നല്ലോ, അപ്പോൾ അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നതല്ലേ. അപ്പോൾ ആ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു. ഇനി പയ്യെ നമ്മുടെ ജീപ്പിലേക്ക് എടുത്തു വെച്ച് പോകാമെന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ബ്രോ, ഇതെല്ലാം ഉണ്ടല്ലോ, ഞാൻ എക്സ്ട്രാ പേപ്പർ വർക്ക് എൻ്റെ കയ്യിലൊരു സേഫ്റ്റിക്ക് വേണ്ടി കരുതിയിരുന്നതാണ്.
ഇപ്പം നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് തീർന്നാലും നമുക്ക് ജസ്റ്റ് എന്നുള്ള സീലില്ല. സീല് ഈ നമുക്ക് ആവശ്യമുള്ള സമയത്തെല്ലാം ഈ പറഞ്ഞ പോലെ അവളോട് നമ്മുടെ ട്രിപ്പ് എൻവലപ്പിൻ്റെ അകത്ത് വെക്കാൻ പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ട്രിപ്പ് എൻവലപ്പിൻ്റെ അകത്ത് വരും. ഇത് അവിടെ വെക്കണമെങ്കിൽ അവിടെ വെച്ചേക്കാം. ഇതൊക്കെ ട്രാൻസ്ഫ്ലോയുടെ ആണ്. ഇത് അത് കൂടാതെ ഇത് ടീ ചെക്കുകൾ. ഓക്കെ, ടീ ചെക്ക്, പാപ്സിൻ്റെ സ്റ്റിക്കറുകൾ. അതെല്ലാം ഞാൻ അവിടെ വെച്ചാൽ മതിയല്ലോ അല്ലേ? ഞാൻ വിട്ടൂടെ ഭായ്? എല്ലാം എടുത്തു എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാം എടുത്തു ഭായ്. എന്നാ എനിക്ക് കാണണമെന്ന് അറിയത്തില്ല. എന്നേലും നല്ല വിഷമം എന്തായാലും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പറ്റുവാണെന്നുണ്ടെ മറക്കുവാണെങ്കിൽ നന്നായിരിക്കും. കാരണം ഇനിയിപ്പോൾ നമ്മളെന്നാ കാണണമെന്ന് അറിയില്ലല്ലോ. അതെ, എന്നാ ശരി. അങ്ങനെ ജോമറ്റ് ബായിയോട് നമ്മൾ ബൈ പറഞ്ഞു. നമ്മുടെ ചെറുക്കനെ പുള്ളിനെ ഏൽപ്പിച്ചു. താക്കോല്, പേപ്പർ വർക്കുകൾ, എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു. ഇനി നമുക്ക് ഇവിടുന്ന് പോയേച്ചാൽ മതി. അപ്പോൾ എന്തായാലും പോണതിന് മുമ്പുണ്ടല്ലോ, എനിക്ക് ആദ്യം പോലെ എങ്ങനെയായിരിക്കും എൻ്റെ അവസാന ലീവിങ് നമ്മുടെ പീറ്റർബിൽറ്റിനെയും സിദ്ധി ട്രക്കിനെയും ഉപേക്ഷിച്ചെന്നുള്ള ഒരു സാധനം വരുമ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ എപ്പോഴും, കാരണം ആലോചിച്ച് നോക്കി, ഈ പീറ്റർബിൽറ്റ് തന്നെയല്ല, സിദ്ധിൽ ഇപ്പോൾ 5.5 കൊല്ലം ആയെങ്കിലും ഞാൻ ഓടിച്ചേക്കുന്നത് മച്ചാൻ രാഹുൽ എന്ന് പറയുന്ന മച്ചാൻ്റെ കൂടെ ഓടിച്ചിട്ടുണ്ട്. കുശുന്ത് എന്ന് പറഞ്ഞൊരു പഞ്ചാബി ഞാനും കൂടെ 5-6 മാസം ഓടിച്ചു. പക്ഷേ ഏറ്റവും കൂടുതൽ ഓടിച്ചത്, നമുക്ക് ഏറ്റവും കൂടുതൽ മെമ്മറീസ് ഉണ്ടായത്, നമ്മൾ വ്ളോഗ് തുടങ്ങിയതും ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആയതും എല്ലാം നമ്മൾ അർജുൻഭായുടെ കൂടെയാണ്. അപ്പോൾ നമ്മൾ പോണതിന് മുമ്പ് ജസ്റ്റ് അർജുൻഭായിനെ ഒന്ന് വിളിക്കാം. തന്നെയല്ല, നിങ്ങൾ പലർക്കും ഉണ്ടല്ലോ അർജുൻഭായുടെ വിശേഷങ്ങൾ ചോദിക്കുന്നവർ. ഈയിടെ നമ്മുടെ ജയരാജേട്ടൻ പറയുകയും ചെയ്തായിരുന്നു, ഇടയ്ക്ക് അർജുൻഭായിനെ വിളിക്കണം, ഫോൺ കോളിൽ ഇൻക്ലൂഡ് ചെയ്യണം, വിശേഷങ്ങൾ പറയണം എന്നൊക്കെ. അപ്പോൾ നമുക്കൊന്ന് വിളിച്ച് നോക്കാം അർജുൻഭായി എടുക്കുമോ ഇല്ലയോ എന്ന്. എനിക്കറിയില്ല, ഞാൻ ചിലപ്പോൾ വിളിക്കാൻ സാധ്യത ഉണ്ടെന്ന് അവനറിയാം. എന്നാലും നമുക്ക് നോക്കാം. സാറേ, ഉറക്കത്തിലാണോ? ഓക്കെ, ഒന്ന് വീഡിയോ കോൾ വരാമോ? ഓക്കെ ബ്രോ. യാടത്തി, ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്, കാണാവോ? ഓക്കെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഒന്ന് ഹായ് പറഞ്ഞേരേ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അർജുൻഭായി. എന്നാ പിന്നെ നമുക്ക് നമ്മുടെ ചെറുക്കനെ ഇട്ടിട്ട് പോകാൻ സമയമായി. ഇച്ചിരി നേരത്തെ എത്തി. പ്രതീക്ഷിച്ചതിനേക്കാളും നേരത്തെ എത്തി. വലിയ തിരക്കില്ലായിരുന്നു റോഡിലേ. ഇല്ല, കീ ജോമറ്റ് ബായിക്ക് കൊടുത്തു. കാരണം പുള്ളിയാണല്ലോ ഇനി ഓടിക്കേണ്ടതേ. അങ്ങനെയൊക്കെ എന്ത് തോന്നാനാ, ഈ ഇമോഷണൽ തള്ളിക്കയറ്റെന്നൊക്കെ പറയില്ലേ, അവസാനത്തെ ഹുക്ക് ആൻഡ് ഡ്രോപ്പ് ഒക്കെ കിട്ടുമ്പോഴത്തേക്കും കരച്ചിൽ വന്ന്. വീട്ടിലേക്കുള്ള ഡ്രൈവ് ഭയങ്കര ഒരു സംഭവമായിരിക്കും. അവിടെ എത്തുന്നവരെ വീട്ടിലേക്കുള്ള ഡ്രൈവ്, അവിടെ എത്തിക്കഴിഞ്ഞിട്ടുള്ള ഷവറിലുള്ള കുളി ഒക്കെ മുഴുവൻ കുറെ മെമ്മറീസ് ആയിരുന്നു വായും മനസ്സിൽ. ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ് ചെയ്തു. നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാറിപ്പോ ഭയങ്കരമായിട്ട് വിഷമം വന്നു. മറ്റ് വണ്ടിയും നിങ്ങളും സ്ഥിരം പോകുന്ന റൂട്ടും ട്രക്ക് സ്റ്റോപ്സും കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ കാണല്ലോ. ഇനിയിപ്പോ പുതിയ സ്ഥലത്തേക്ക് വരുമ്പോ റൂട്ടും മാറുകയാണല്ലോ. അതെ, ഇനി ഇവന്മാരെ ഒന്നും കാണണ്ട. ഇനി പുതിയ ആൾക്കാര്. കാര്യം സെറ്റായിരുന്നു. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ടയർ നോക്കാൻ വേണ്ടി ഇറങ്ങി വരുന്നവനും തീരത്തുമായി ഗുരുജിത്തുമായി എല്ലാരെയും മിസ് ചെയ്യും. പോണ്ട. അങ്ങനെയൊക്കെ അതെ. എന്തായാലും ആട്ടെ, ഞാൻ പിന്നെ വിളിക്കാം. ഒത്തിരി പേര് ബ്രോയുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഇടയ്ക്ക് അർജുൻഭായിട്ട് വീഡിയോ കോൾ ചെയ്യണം, ബ്രോയുടെ സെറ്റിലായെന്നൊക്കെ ഇങ്ങനെ കമന്റൊക്കെ ഇടാറുണ്ട്. കാണാറുണ്ടോ? പിന്നെ അധികം വീഡിയോ ആണ് ടിവിയിലാ, അപ്പൊ കമന്റ് സെക്ഷൻ ഒന്നും അധികം കാണുമല്ലോ. ഓക്കെ. പിന്നെ കാർത്തു എന്തിയെ? ഓക്കെ, എന്നാ അന്വേഷണം പറഞ്ഞാൽ മതി. ആയിക്കോട്ടെ. ഓക്കെ, എന്നാ വെച്ചേട്ടാ, ഞാൻ പിന്നെ വിളിക്കാം.
അപ്പൊ ശരി. ഓക്കെ എന്നാൽ ശരി, ബൈ. അപ്പം ഇനിയും നമ്മുടെ ഇമോഷൻ പ്രകടിപ്പിച്ച് വെറുതെ ചളാക്കണ്ട. എനിക്കതൊന്നും തീരെ ഇഷ്ടമല്ല. ഇമോഷണൽ അപ്രോച്ച് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ എന്നാലും ലൈഫ് അതാണല്ലോ. അപ്പോൾ നമുക്ക് ഇനി പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് ഇവിടുന്ന് എന്തായാലും പോവാം. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ പുതിയ കമ്പനീനെ കുറിച്ച്, എങ്ങോട്ടാണ് പോകുന്നതിനെ കുറിച്ചെല്ലാം ഉള്ള ഡീറ്റെയിൽസ് അടുത്ത വ്ളോഗിലൂടെ ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ അതൊക്കെ ആട്ടെ. അപ്പോൾ എന്തായാലും നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി, ഒത്തിരി നന്ദി. എനിക്ക് എന്തൊക്കെയോ മനസ്സിൽ ഫീൽ ചെയ്യുന്നു. ബൈ. ഓക്കെ, ബൈ.